അയർലൻഡിനെതിരെയുള്ള ആദ്യ T20-യിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയതോടെ കനത്ത വിമർശനമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേരിടുന്നത്. എന്നാൽ വൈഭവ് സൂര്യവംശി ടീമിലുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മത്സരഫലം മാറിയേനെ എന്ന സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നതിനിടയിൽ ഇത്തരം പ്രചരണത്തെ തള്ളിക്കളയുകയാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ജ്രേക്കർ. പവർ പ്ലേയിൽ ആക്രമണാത്മകമായ തുടക്കം ആവശ്യമുള്ളപ്പോൾ വൈഭവ് അഭിഷേകിനേക്കാൾ അല്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചേക്കാം. 6 ഓവറിന് ശേഷവും ആ മൊമെൻറ്റം തുടരുക എന്നതൊരു വെല്ലുവിളി തന്നെയാണ്. ഒരുപക്ഷെ അവന് ചേസ് കുറച്ചുകൂടി എളുപ്പമാക്കാമായിരുന്നു. ടാർഗറ്റ് വളരെ വലുതായതും കൂടാതെ ബിഗ് ഹിറ്റിങ്ങിന് അനുകൂലമായ സാഹചര്യവും അല്ലായിരുന്നു അവിടെ. ദാംബുളയിലെ ത്രിരാഷ്ട്ര പരമ്പരയിലും നാം കണ്ടതാണ്, തുടർച്ചയായി റോപ്പ് ക്ലിയർ ചെയ്യുന്നത് അവന് ബുദ്ധിമുട്ടായിരുന്നു. പലരും കരുതുന്ന പോലെ സിക്സറുകൾ അടിക്കുന്ന അത്ര എളുപ്പമല്ലെന്നും ഇത് ഏവരെയും ഓർമ്മിപ്പിച്ചു. പവർ പ്ലേ വൈഭവ് നന്നായി കൈകാര്യം ചെയ്തേക്കാം, എന്നാൽ ഇന്നിങ്സ് പുരോഗമിക്കുമ്പോൾ ഇതേ ബുദ്ധിമുട്ടുകൾ അവനും നേരിട്ടേക്കാം. അതുകൊണ്ട് അവനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് മത്സരബലത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മധ്യനിരയിൽ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ വൈഭവിന് സ്പേസ് ഉള്ളത്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ ഇപ്പോൾ വൈഭവിന് സ്ഥാനമേ ഇല്ലെന്നും കരുതുന്നു. ഇതായിരുന്നു സഞ്ജയ് മഞ്ജ്രേക്കറുടെ വാക്കുകൾ. നേരത്തെ ഇന്ത്യയുടെ ആദ്യ 11-ൽ വൈഭവിനെ ഉൾപ്പെടുത്താതിരുന്നതിനെയും മഞ്ജ്രേക്കർ അഭിനന്ദിച്ചു. ഇന്ത്യൻ ഓപ്പണേഴ്സ് T20 വേൾഡ് കപ്പ് ഹീറോകളാണ്. അവരെ പിന്തുണയ്ക്കാനാണ് മഞ്ജ്രേക്കർ അഭ്യർത്ഥിച്ചത്. ഏതായാലും വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റത്തിന് ഇനിയും കാത്തിരിക്കണമെന്നാണ് തോന്നുന്നത്. പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടീം കോമ്പിനേഷൻ മാറാൻ സാധ്യത കുറവാണ്. ഞായറാഴ്ച നടക്കുന്ന മത്സരം പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും നിർണായകമാണ്. മത്സരം വിജയിച്ച് പരമ്പര സമനിലയിലാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.